അപ്പം നമുക്കിന്നൊരു നാരങ്ങാക്കറി ഉണ്ടാക്കാം. നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇത് വള്ളി നാരകമാണ് കേട്ടോ. വള്ളി നാരങ്ങ എന്ന് പറയും വലിയ തേങ്ങയുടെ അത്രയും വലിപ്പമുള്ള നാരകം. അതിന് ദശ മാത്രമേ ഉള്ളൂ കണ്ടോ, ഫ്ലഷ് മാത്രമേ ഉള്ളൂ. അതിന് ഈ അല്ലി തീരെ കുറവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് പുളിയും കുറവാണ്. ഇത് നല്ല കൊളസ്ട്രോളിനൊക്കെ നല്ലതായതുകൊണ്ട് എല്ലാവരും വെറുതെ ഇത് തിന്നാറുണ്ട്, ചുമ്മാ കടിച്ച് വെച്ച് തിന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള നാരങ്ങ എനിക്കൊരു ചെറിയ ഒരെണ്ണം കിട്ടി. അപ്പോൾ അത് ഞാനൊന്ന് നാരങ്ങാക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാരങ്ങാക്കറി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ഇത്രയും നാരങ്ങയുണ്ട്. ഇതിന് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് വെച്ചു കേട്ടോ, കുറച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഉപ്പും കായപ്പൊടിയും കൂടെ പുരട്ടി ഇത്തിരി നേരം ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന് പുളിയേ ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പുളിയൊക്കെ ചേർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ എടുത്ത് വെച്ചു. ഇനി വേണ്ടത് ഇതിനകത്ത് കുറച്ച് പച്ചമുളക് കുറച്ച് വേണം. പച്ചമുളക് അരിഞ്ഞിടാം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. നല്ല പുളി, അതായത് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, വലിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പം നമ്മൾ നന്നായിട്ട് അരിച്ച് വൃത്തിയാക്കി എടുക്കണം. നമുക്കത് അരിച്ച് നമ്മൾ ഇത് നാരങ്ങ അച്ചാർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. പുതിയ ചട്ടിയാണ് കേട്ടോ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളതിൻ്റെ ആ പുളിവെള്ളം കലക്കിയത് നമ്മൾ നല്ലോണം അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം. നല്ല പുതിയ പുളിയാണ്, അതുകൊണ്ട് ഈ നിറം കറുത്തല്ലാത്തത് നല്ല പുതിയ ഈ വർഷത്തെ പുളിയാണ്, നമ്മുടെ സ്വന്തം പുളിയാണ്. അതുകൊണ്ട് നല്ല അടിപൊളി പുളിയാണ്. അപ്പോൾ അതിനെ നമ്മൾ അരിച്ചു, ഇതിനകത്തുണ്ടായിരുന്ന കട്ടയും ഇതൊക്കെ എടുത്ത് മാറ്റി നല്ല ഭംഗിയായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പുളിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ്, നല്ല എരിവൊക്കെ കുറവുള്ളതാണ്. ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പുളിയും മുളകും ഉപ്പും കൂടെ കലക്കിയ നമ്മുടെ വെള്ളമാണ്, മിക്സ് ചെയ്ത വെള്ളമാണ്. അപ്പോൾ പുളിവെള്ളമാണ്. അത് നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. തിളച്ചൊന്ന് നന്നായിട്ടൊന്ന് കുറുകണം. അപ്പോൾ നമുക്ക് ഈ തിളയ്ക്കുന്നതിന് മുമ്പ് അതിനകത്തേക്ക് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ഇഞ്ച് നീളമുള്ള നല്ല വീതിയുള്ള നല്ല കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 ചെറുതായിട്ട് അരിഞ്ഞ 4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് നന്നായിട്ട് മിക്സായിട്ടൊന്ന് വേകുന്നത് വരെ നമുക്ക് അവിടെ ഇരിക്കട്ടെ. അത്
നമ്മളിതിലേക്ക് നമ്മുടെ ആ നാരങ്ങ എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. നമ്മുടെ പുളിയും മുളകും കൂടെ കലക്കിയ വെള്ളത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നാരങ്ങ, അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഇതൊന്ന് വേകേണ്ട ആവശ്യമുണ്ട്. നാരങ്ങ നന്നായിട്ടൊന്ന് വേകണം. നാരങ്ങ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് അല്ലിയല്ല ഉള്ളത്, ഫ്ലഷാണ് മൊത്തം ഉള്ളത്. ദശയുള്ള നാരങ്ങയാണ്. ഇടയ്ക്കൊന്നും അല്ല, ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ നാരങ്ങ ഇപ്പം നന്നായിട്ട് തിളച്ച് അത് നാരങ്ങയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം നാരങ്ങ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങക്കറിക്കകത്തേക്ക് ഒന്ന് കടു വറുത്തിടേണ്ടതുണ്ട്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും നമുക്ക് ചെയ്യാവുന്നതാണിത്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അതും അല്ലെങ്കിൽ കടുകെണ്ണയ്ക്കകത്തും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ പൊടി ആണ് ഇഷ്ടമെങ്കിൽ ഉലുവ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിനകത്തേക്ക് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുണ്ട്. പിന്നെ ഒരു ലേശം നമ്മൾ കായപ്പൊടി ഇട്ടതാണ്, എന്നാലും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ കടുക് ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിക്കാം. നാരങ്ങ കറിയിൽ നമ്മുടെ നാരങ്ങക്കറി നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നാരങ്ങക്കറിയാണ്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യണം. ഇനി അതിൻ്റെ ലാസ്റ്റ് ഒരു ഫിനിഷിങ് ആയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. ഞാൻ ശർക്കരയ്ക്ക് പകരം ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം, മധുരം വേണ്ടാത്തവർക്ക് കുറച്ച്. എന്നാലും പൊതുവേ ഈ നാരങ്ങക്കറിക്ക് നല്ല മധുരം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം, ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞത് പാനി ആയതുകൊണ്ടാണ്. നമ്മുടെ അടിപൊളി നാരങ്ങാക്കറി, വള്ളി നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എത്ര ടേസ്റ്റാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉലുവ, കായം എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു നാരങ്ങക്കറിയാണ്. അപ്പോൾ നാരങ്ങ കിട്ടുകയാണെങ്കിൽ ഈ നാരങ്ങ ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.